പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നു, അതായത് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, വേരുകൾ മേൽപോട്ടും ശാഖകൾ താഴോട്ടുമായി, അതായത് അശ്വതം എന്നൊരു വൃക്ഷമുണ്ട്, അതിനെ അവ്യയം എന്ന് പറയുന്നു. അതായത് വേരുകൾ മേളിലോട്ട് പോകുന്ന ഒരു വൃക്ഷം തലകീഴായി നിൽക്കുന്ന ഒരു ആൽവൃക്ഷം പോലെ അതിൻ്റെ ശാഖകൾ താഴോട്ടും വേരുകൾ മേലോട്ടുമായിട്ട് ഒരു വൃക്ഷമുണ്ട്. അതിൻ്റെ പേരാണ് അവ്യയം എന്ന വൃക്ഷം. അപ്പോഴും ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് സത്യമാകുന്നതെന്ന്. അപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറയാൻ, ഇപ്പം നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർക്കൊരു ശ്വാസകോശ സംബന്ധമായ രോഗമാണെങ്കിൽ ഞാൻ അവർക്ക് എക്സ്റേ എടുക്കും. അപ്പം ഈ എക്സ്റേ എടുക്കുമ്പോൾ ഞാൻ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്തിട്ട് അവരെ നോക്കിയിട്ടായിരിക്കും ഞാൻ എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ ഈ എക്സ്റേയിൽ എന്ന് പറയുമ്പോൾ ആ എക്സ്റേയിൽ കാണുന്ന ഇമേജ് അല്ല നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്, അല്ലേ? നമ്മൾക്ക് എക്സ്റേയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നമ്മളുടെ ലങ്സിൽ ന്യൂമോണിയ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ